മലപ്പുറം പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിലെ പോലീസ് അന്വേഷണം സിനിമാ കഥകളെ വെല്ലുന്നതായിരുന്നു. പ്രതികളെക്കുറിച്ച് ആദ്യം തന്നെ സൂചന ലഭിച്ചെങ്കിലും തെളിവുകൾ അവശേഷിപ്പിക്കാതെയും കുറ്റം സമ്മതിക്കാതെയും അവർ പോലീസിനെ വട്ടം കറക്കി. ഒടുവിൽ ഏറെ മികവുറ്റ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കുടുക്കാനും തൊണ്ടി മുതൽ കണ്ടെടുക്കാനും പോലീസിനായത്. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം രാജീവിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും ഇതിന് 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. വീടിനകത്ത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത്. ആദ്യം 350 പവൻ നഷ്ടമായെന്നാണ് പുറത്തുവന്ന വിവരമെങ്കിലും ഒടുവിലായപ്പോൾ ഇത് 550 പവൻ സ്വർണമുണ്ടായിരുന്നെന്നാണ് വീട്ടുകാർ വ്യക്തമാക്കിയത്. CCTVയുടെ DVR ഉൾപ്പെടെ കൊണ്ടുപോയതിനാൽ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഒടുവിൽ കേസിൽ 3 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. 1-ാം പ്രതിയായ തൃശൂർ വാടാനപ്പള്ളി സ്വദേശി സുഹൈൽ പൊന്നാനി കരിമ്പനയിലെ ഭാര്യയുടെ വീട്ടിൽ താമസിച്ചു വരവെയാണ് കവർച്ച നടത്തിയത്. കവർച്ച മുതൽ വിൽക്കാനും മറ്റും സഹായിച്ച പൊന്നാനി കടവനാട് സ്വദേശി അബ്ദുൾ നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി പാലത്തൊടി വീട്ടിൽ മനോജ് എന്നിവരും അറസ്റ്റിലായി. കവർച്ച നടന്ന് ദിവസങ്ങൾക്കകം വീട്ടിലെത്തിയ ഒരാൾ മോഷ്ടാക്കളെക്കുറിച്ച് സൂചന നൽകിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഇതോടെ സുഹൈലും നാസറും സംശയനിഴലിലായെങ്കിലും ഇവരിലേക്ക് എത്താവുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. 8 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ സംശയിച്ച 2 പേരുൾപ്പെടെ കേസിലുൾപ്പെട്ട 3 പേരെയും പോലീസ് പിടികൂടുകയായിരുന്നു. പലതവണ ചോദ്യം ചെയ്തെങ്കിലും പോലീസിനെ വഴിതെറ്റിക്കുന്ന തരത്തിലാണ് സുഹൈലും നാസറും സംസാരിച്ചത്. സുഹൈലിനെ ചോദ്യം ചെയ്തപ്പോൾ താനിപ്പോൾ മോഷണം നടത്താറില്ലെന്നാണ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ മോഷണം നടന്ന ദിവസം രാത്രി 9:30 സുഹൈലിന്റെ ഫോൺ ഓഫായെന്ന് പോലീസ് കണ്ടെത്തി. സംഭവ ദിവസം പുലർച്ചെ ആദ്യ കോൾ ചെയ്ത നാസറിനെയും പോലീസ് കാര്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കളവ് കേസിൽ പിടിയിലായ സലാം താനും സുഹൈലും ചേർന്ന് പൊന്നാനിയിൽ മോഷണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നെന്നും തന്നെ കൂട്ടാതെ കളവ് നടത്തിയിട്ടുണ്ടാവുമെന്നും പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് നാസറിനെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ വിട്ടയച്ചു. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിൽ കള്ളുഷാപ്പ് ജീവനക്കാരനായ മനോജാണ് സുഹൈലിന് ജാമ്യത്തിലിറങ്ങാനും മറ്റും സഹായങ്ങൾ ചെയ്യുന്നതെന്ന് പോലീസ് കണ്ടെത്തി. മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് കുറച്ച് സ്വർണം കൊടുവള്ളിയിലെത്തി ചുരുക്കിയതായി മനസ്സിലായത്. ഇതോടെ പ്രതികളെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ പിടിയിലായെങ്കിലും കവർച്ച മുതൽ കിട്ടാതിരിക്കാൻ സുഹൈൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ഒരാൾക്ക് സ്വർണം വിൽക്കാൻ നൽകിയിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. ഇയാളെ കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും കളവാണെന്ന് വ്യക്തമായി. തമിഴ്നാട് സ്വദേശിയായ 2 പേർക്ക് സ്വർണം നൽകിയെന്ന് പറഞ്ഞതും കള്ളമായിരുന്നു. സുഹൈലിന്റെ ആദ്യ ഭാര്യയിലേക്കും മകളിലേക്കും അന്വേഷണം എത്തിയതോടെയാണ് സ്വർണം കുഴിച്ചിട്ട സ്ഥലം പ്രതി കാണിച്ചു കൊടുത്തത്. മോഷണം മുതൽ കണ്ടെത്താനായില്ലെങ്കിൽ വേഗത്തിൽ ജാമ്യത്തിലിറങ്ങാനാകുമെന്ന കണക്കൂട്ടലായിരുന്നു പ്രതികൾക്കുണ്ടായിരുന്നത്. ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം മുതൽ വിറ്റ് ജീവിക്കാനായിരുന്നു പദ്ധതി. പിടിയിലായ അബ്ദുൾ നാസർ കള്ളനോട്ട് കേസിലും പ്രതിയാണ്. ഏറെക്കുഴക്കിയ മോഷണ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. സ്വർണ്ണാഭരണങ്ങളും സ്വർണം വിറ്റഴിച്ച പണവുമടക്കം മോഷണം പോയതിൽ 99% കണ്ടെത്താനായെന്ന് പോലീസ് വ്യക്തമാക്കി. ഏതാണ്ട് കേസുകൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെയും വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ DYSP E ബാലകൃഷ്ണൻ, പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത്, പോത്തുകൽ ഇൻസ്പെക്ടർ ദീപകുമാർ, തിരൂർ ഇൻസ്പെക്ടർ KG ജിനേഷ്, പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ, പൊന്നാനി സ്റ്റേഷനിലെ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, ജില്ലയിലെ ഡാൻസ് ഓഫ് അംഗങ്ങൾ, തിരൂർ DYSP ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് 18 തിരൂർ. കോതമംഗലം